PMC പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒടുവിൽ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് ഈ കത്തയച്ചത്. കത്ത് വൈകുന്നതിൽ അതൃപ്തി അറിയിക്കാൻ CPI മന്ത്രിമാർ രാവിലെ മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തിരുന്നു. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണവും രാവിലെ ഈ വിഷയത്തിൽ വന്നതാണ്. ശ്രീജിത്ത് വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇനി കത്തിനോട് കേന്ദ്രം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് കരുതേണ്ടത്? ശ്രീജിത്ത്, തീർച്ചയായും ഉന്മേഷ, ഈ ഘട്ടത്തിൽ കത്തയച്ച സാഹചര്യത്തിൽ ഉയരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം അതുതന്നെയാണ്. PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സർക്കാരിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K. വാസുകിയാണ് ഒപ്പുവെച്ചത്. 20-ാം തീയതിയാണ് 22-ാം തീയതി കഴിഞ്ഞാണ് ഒപ്പുവെച്ചതെങ്കിലും 16-ാം തീയതി വെച്ചുകൊണ്ടാണ് ആ ധാരണാപത്രം അവിടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ ഈ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂവെന്നിരിക്കെ ധാരണാപത്രം മരവിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം എത്ര കണ്ട് നിയമപരമായി നിലനിൽക്കുമെന്നോ അതിന് എത്ര കണ്ട് ഫലമുണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇവിടെ നിന്ന് സർക്കാർ പ്രതിനിധികൾക്ക് തന്നെ സംശയമുണ്ട്. ഈ കരാറിലെ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന്, അതായത് ഒപ്പിടുന്നതിലെ ഒന്നാം കക്ഷിയായ കേന്ദ്ര സർക്കാരിന് മാത്രമാണുള്ളത്. അപ്പോൾ കേരളം ഈ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് അറിയിക്കുന്നില്ലെങ്കിലും ധാരണാപത്രം പദ്ധതി അത് മരവിപ്പിച്ചു നിർത്തണം എന്നാണ് കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ആ കത്തിന്മേൽ കേന്ദ്ര മനുഷ്യ വിഭവശേഷി മന്ത്രാലയം എന്ത് നിലപാടെടുക്കും, എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും നിർണായകമായ കാര്യം അതുതന്നെയാണ്. ആ കാര്യത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും കത്ത് കേന്ദ്ര സർക്കാരിന് അയച്ചു എന്ന കാര്യം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്ഥിരീകരിക്കുന്നു. ഇന്ന് രാവിലെ കത്ത് പോയതായി വിദ്യാഭ്യാസ വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കത്തിന്മേൽ ഇനി കേന്ദ്ര മനുഷ്യ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രതികരണം എന്താണ് എന്നാണ് ഇനി അറിയാനുള്ളത്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ നേരത്തെ ഇത് ഈ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു അടവ് നയം എന്നുള്ള തരത്തിലൊക്കെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ വന്നതാണല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ആ ഘട്ടത്തിൽ വന്നതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. പിന്നീട് ഒരു രാഷ്ട്രീയ വിഷയം എന്നുള്ള നിലയിൽ സമ്മർദ്ദത്തിന് വഴങ്ങി ചർച്ചകൾക്കൊടുവിലാണല്ലോ ഉപസമിതി വരുന്നതും ഈ കത്തയക്കുന്നതും ഒക്കെ. അപ്പോൾ ഇനിയും എന്താണ് ഇതിന്റെ ഭാവി എന്നതും ചോദ്യമാണല്ലോ. അവിടെ കേന്ദ്രത്തിന്റെ ഇടപെടലാണല്ലോ നിർണായകമാകുക. ശ്രീജിത്ത്, ഉന്മേഷ, PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാത്തതുകൊണ്ട് സർവശിക്ഷാ അഭിയാൻ കേരളം എന്ന SSK ഫണ്ട് തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയായിരുന്നു. 2023 മുതൽ ഇങ്ങോട്ടുള്ള ഫണ്ട് കിട്ടാത്തത് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു. സ്കൂളുകളിലെ അധ്യാപകരുടെ ശമ്പളം, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ, ഉച്ചഭക്ഷണത്തിനുള്ള വിഹിതം, ഒപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയ്ക്കെല്ലാം പണം കുടിശ്ശികയായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ധാരണാപത്രത്തിൽ ഒപ്പുവിട്ടതിന് പിന്നാലെയാണ് 2 ഗഡുവായി ഇപ്പോൾ കേരളത്തിന് കുറച്ച് പണം ലഭിച്ചു. അതും 2023 പണം മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള പണവും കുടിശ്ശികയാണ് എന്ന കാര്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പലതവണ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിലെ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ കഴിഞ്ഞ 10-ാം തീയതി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രി V. ശിവൻകുട്ടി സന്ദർശിക്കുകയും നേരിട്ടുള്ള അഭ്യർത്ഥന നടത്തുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഈ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം തങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന കാര്യം ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. അതിനോടുള്ള പ്രതികരണം എന്താണെന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണമാണ് ഇനി അറിയാനുള്ളത്. എങ്കിലും ഈ ധാരണാപത്രം ഒപ്പിട്ടതിന് പിന്നാലെ കുറച്ച് പണം ഈ SSK ഫണ്ടുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്നത് വസ്തുതയാണ്. അതൊരു അടവ് നയമായി മറ്റും കാണുന്നു സർക്കാർ പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം യുക്തിഭദ്രമാണ്, അത് ഒരു ധാരണാപത്രം ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുകയോ മറ്റും ചെയ്യുന്നത് എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയും എന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ അതിനേക്കാളൊക്കെ മേലെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയം എന്നതാണ് CPI ചൂണ്ടിക്കാണിച്ചത്. പണം ലഭിക്കുന്നതിനപ്പുറത്തേക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടി മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾ, രാഷ്ട്രീയ നയം ബലികഴിക്കാൻ കഴിയില്ല എന്ന CPIയുടെ സമ്മർദ്ദമാണ് വിജയം കണ്ടത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. 24 ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നു. PMC പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒടുവിൽ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ കത്തയച്ചത്. രാവിലെ CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. തൊട്ടുപിന്നാലെ ആ കത്ത് കേന്ദ്രത്തിന് പോവുകയാണ്. ശ്രീജിത്താണ് ഈ വാർത്ത ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇടവേളയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.